ഭയാനകമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ കടന്നുപോകുന്നത്. ആഭ്യന്തര സംഘർഷം പാകിസ്ഥാനെ പിടിച്ചുലയ്ക്കുമ്പോഴാണ് കരകയറാനാകാത്ത വിധം സാമ്പത്തിക പ്രതിസന്ധി കൂടി വരിഞ്ഞുമുറുക്കുന്നത്. കടം വാങ്ങിച്ച് കടം വീട്ടിക്കൊണ്ടിരിക്കുന്ന പാകിസ്ഥാന് ആ വഴിയല്ലാതെ മറ്റൊരു മാർഗവും ഈ പ്രതിസന്ധി ഘട്ടത്തിലുമില്ല. ഈ സാഹചര്യത്തിൽ ഇറാൻ US സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചതിന് പ്രതിഫലമായി പാകിസ്ഥാൻ അമേരിക്കയോട് 10,000 കോടി രൂപ സഹായധനമായി ചോദിച്ചുവെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വെളിപ്പെടുത്തൽ. ഡൊണാൾഡ് ട്രംപ് കനിഞ്ഞാൽ പാക് രൂപയുടെ വിനിമയ നിരക്ക് കൂടുതൽ ഇടിയുന്നത് തടയാനും വായ്പകൾക്കായി മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും കഴിയും. വായ്പയും പലിശയും തിരിച്ചടയ്ക്കാൻ പുതിയ കടങ്ങൾ വാങ്ങുന്നത് പാകിസ്ഥാനെ വലിയൊരു കടക്കെണിയിലേക്ക് തള്ളിവിടുന്നുവെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കാൻ മധ്യസ്ഥ സ്ഥാനത്ത് പാകിസ്ഥാൻ എത്തിയപ്പോൾ ചിലരെങ്കിലും ചിരിച്ചുപോയിട്ടുണ്ടാവും. സ്വന്തം രാജ്യം പരിഹരിക്കാനാകാത്ത പ്രതിസന്ധിയിൽ മുങ്ങിത്താഴുമ്പോൾ മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ ഒത്തുതീർപ്പാക്കാൻ പോകുന്നതിലെ ഔചിത്യക്കേടാണ് പലരും ചൂണ്ടിക്കാണിച്ചത്. പാകിസ്ഥാന്റെ 4 പ്രവിശ്യകളിലും സ്വതന്ത്ര രാജ്യമെന്ന ആവശ്യം ശക്തമാകുന്നതിനിടെ ഭീകരാക്രമണമില്ലാത്ത ഒരു ദിനവും ഇല്ലാതെ രാജ്യം കടന്നുപോകുന്നുമില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭീകരാക്രമണം നടക്കുന്ന 2ാമത്തെ രാജ്യമെന്ന പേരുദോഷം എത്രയോ വർഷങ്ങളായി പാകിസ്ഥാൻ സ്വന്തമാക്കി വെച്ചിരിക്കുന്നു. ഇതിനിടെയാണ് ആഭ്യന്തര പ്രശ്നങ്ങൾ കൊണ്ട് അത്യന്തം വഷളായ പാകിസ്ഥാൻ മുമ്പെങ്ങുമില്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയുടെ ചുഴിയിൽ അകപ്പെട്ട് ചക്രശ്വാസം വലിക്കുന്നത്. കടം വാങ്ങിച്ച് കടം വീട്ടുന്ന പാകിസ്ഥാൻ വായ്പാ ആശ്വാസത്തിനായി പഴയ പോലെ മറ്റു രാജ്യങ്ങൾക്ക് മുന്നിൽ കൈനീട്ടുകയാണ്. ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചതിലൂടെ US-ഉമായുള്ള നയതന്ത്ര ബന്ധം ശക്തമായ സാഹചര്യത്തിൽ ഉദ്ദിഷ്ടകാര്യത്തിന് ഉപകാരസ്മരണയുമായി പാകിസ്ഥാൻ ഇപ്പോൾ സമീപിച്ചിരിക്കുന്നത് അമേരിക്കയുടെ അടുത്താണ്. തകർന്നടിഞ്ഞ സമ്പദ്വ്യവസ്ഥയെ കരകയറ്റാൻ ഇനി അമേരിക്കയല്ലാതെ മറ്റാരുമില്ല എന്ന നിലയിലാണ് പാക് സർക്കാർ. കിട്ടാവുന്നിടത്തു നിന്നെല്ലാം കടം വാങ്ങിച്ച് മുടിഞ്ഞിരിക്കുന്ന പാകിസ്ഥാൻ അവരുടെ വിദേശ നാണ്യശേഖരത്തിന് കരുത്തേകുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും അമേരിക്കയോട് വായ്പ ചോദിച്ചത് $1000 കോടി എന്നാണ് റിപ്പോർട്ട്. ഏകദേശം 9,650 കോടി രൂപയുടെ അടിയന്തര എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫെസിലിറ്റി സഹായമാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 5 വർഷത്തെ കാലാവധിയുള്ള ഈ സഹായത്തിനായി പാകിസ്ഥാൻ ധനമന്ത്രി മുഹമ്മദ് ഔറംഗസേബ് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനെ സമീപിച്ചുവെന്നാണ് റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തത്. അതേസമയം സഹായം തേടിയെന്ന വാർത്ത പാകിസ്ഥാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. സാമ്പത്തിക പ്രതിസന്ധിയിലായ ഒരു രാജ്യത്തിന്റെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കുന്നതിന് വേണ്ടി US ഏർപ്പെടുത്തുന്ന സംവിധാനമാണ് എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ പദ്ധതി. സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന രാജ്യങ്ങൾക്ക് നൽകുന്ന താൽക്കാലികമായ സഹായമാണത്. US ട്രഷറി വകുപ്പ് വളരെ വിരളമായി മാത്രമേ ഇത്തരം വായ്പ അനുവദിക്കാറുള്ളൂ. ഡോളറും കറൻസിയും പിടിച്ചു നിർത്താനുള്ള ഗ്യാരണ്ടികൾ നൽകിയാണ് വായ്പാ പദ്ധതി നടപ്പാക്കുന്നത്. 2025 അർജന്റീനയ്ക്കും 2022 യുറുഗ്വായ്ക്കും സമാനമായ സൗകര്യം അനുവദിച്ചിരുന്നു. സഹായം അനുവദിക്കപ്പെട്ടാൽ അത് പാകിസ്ഥാന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് വലിയ ആശ്വാസമാകുമെന്ന് കരുതപ്പെടുന്നു. അതേസമയം വിദേശ നാണ്യശേഖരത്തിലുണ്ടാകുന്ന കുറവ് പാകിസ്ഥാനെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. US-നോട് ആവശ്യപ്പെട്ട തുക ലഭിക്കുകയാണെങ്കിൽ നിലവിലെ രൂപയുടെ മൂല്യത്തകർച്ച തടയാനും വിദേശ നാണ്യശേഖരം ഉയർത്താനും അന്താരാഷ്ട്ര നാണയനിധിയിൽ നിന്നുള്ള വായ്പകളെ അമിതമായി ആശ്രയിക്കുന്നത് കുറയ്ക്കാനും പാകിസ്ഥാന് സാധിക്കും. നിലവിൽ $700 കോടി IMF പദ്ധതിയുടെ ഭാഗമായി കടുത്ത നികുതി വർധനവും സാമ്പത്തിക നിയന്ത്രണങ്ങളും രാജ്യത്ത് നിലവിലുണ്ട്. രാജ്യാന്തര നാണയനിധി അടക്കമുള്ളവരുടെ സാമ്പത്തിക സഹായത്തോടെയാണ് പാകിസ്ഥാൻ നിത്യച്ചെലവുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചതോടെ വിദേശ നാണ്യശേഖരത്തിൽ വലിയ കുറവുണ്ടായതും പാക് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. നേരത്തെ ചൈന, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള വായ്പകളെയും നിക്ഷേപങ്ങളെയുമാണ് വിദേശ നാണ്യശേഖരത്തിനായി പാകിസ്ഥാൻ പ്രധാനമായും ആശ്രയിച്ചിരുന്നത്. വിദേശ നാണ്യശേഖരം വർദ്ധിപ്പിക്കുന്നതിലൂടെ അന്താരാഷ്ട്ര വിപണിയിലേക്കുള്ള മടങ്ങിവരവും നിക്ഷേപകർക്കിടയിൽ വിശ്വാസ്യത ഉറപ്പാക്കലുമാണ് പാകിസ്ഥാനിലെ ഷഹബാസ് ഷെരീഫ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതിനായി US-ഉമായി സാമ്പത്തിക ബന്ധം മെച്ചപ്പെടുത്തിക്കൊണ്ട് നിക്ഷേപങ്ങളും ധനസഹായവും ഉറപ്പാക്കാനാണ് തീരുമാനം. ഇതിന്റെ ഭാഗമായി ട്രംപ് കുടുംബത്തിന്റെ പ്രധാന ക്രിപ്റ്റോ ബിസിനസ്സായ വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യലുമായി സഹകരിച്ച് അതിരുവിട്ടുള്ള പണമിടപാടുകൾക്കായി കരാർ ഒപ്പിടുകയും ചെയ്തു. ന്യൂയോർക്കിലെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുള്ള റോസ്വെൽറ്റ് ഹോട്ടൽ പുനർവികസിപ്പിക്കുന്നതിന് അമേരിക്കയുമായി ചർച്ച നടത്തുകയും ചെയ്തിട്ടുണ്ട്. 2023 വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായ പാകിസ്ഥാന് രാജ്യാന്തര നാണയനിധി $300 കോടി സഹായം അനുവദിച്ചിരുന്നു. പിന്നീട് ഇത് $700 കോടി ഉയർത്തി.
കാലാവസ്ഥാ മാറ്റം, പ്രകൃതി ദുരന്തം എന്നിവ നേരിടുന്നതിനായി $130 കോടി പ്രത്യേകമായും അനുവദിച്ചു. എന്നാൽ ഇതുകൊണ്ടും രാജ്യത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല. അടുത്തിടെ $350 കോടി വായ്പ പാകിസ്ഥാൻ UAEക്ക് തിരിച്ചടച്ചിരുന്നു. അതാകട്ടെ സൗദി അറേബ്യ നൽകിയ $300 കോടി സാമ്പത്തിക സഹായം ഉപയോഗിച്ചായിരുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ തങ്ങളുടെ ആകെ വിദേശ ധനസഹായ വരവ് $27 കോടി കടന്നതായി പാകിസ്ഥാൻ സാമ്പത്തിക മന്ത്രാലയം പുറത്തുവിട്ട പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. സൗദി അറേബ്യ, ചൈന തുടങ്ങിയ സൗഹൃദ രാജ്യങ്ങൾ കോടിക്കണക്കിന് ഡോളറിന്റെ കടങ്ങൾ തിരിച്ചടയ്ക്കാൻ കൂടുതൽ സമയപരിധി അനുവദിച്ചതിലൂടെ പാകിസ്ഥാന് താൽക്കാലിക ആശ്വാസമായി. ഒരു വർഷത്തിനിടെ സൗദി അറേബ്യയും ചൈനയും ചേർന്ന് $900 കോടി തിരിച്ചടവിനാണ് കാലാവധി നീട്ടി നൽകിയത്. മുൻവർഷത്തിലും ഏകദേശം $26 കോടി വിദേശ കടം വാങ്ങിയാണ് പാക് സർക്കാർ അവരുടെ ദൈനംദിന സാമ്പത്തിക ആവശ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയത്. ചൈനയാകട്ടെ 6%-ലധികം ഉയർന്ന പലിശ നിരക്കിൽ $400 കോടി പണനിക്ഷേപമാണ് നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ വൻ തുക പലിശ നൽകുന്നത് പാകിസ്ഥാന്റെ ഭാവി സാമ്പത്തിക ഭദ്രതയെ കൂടുതൽ അപകടത്തിലാക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ലഭിച്ച വിദേശ സഹായത്തിന്റെ ഭൂരിപക്ഷവും രാജ്യത്തിന്റെ ബജറ്റ് ആവശ്യങ്ങൾക്കും പഴയ കടങ്ങൾ തിരിച്ചടയ്ക്കാനും വിദേശ നാണ്യശേഖരം നിലനിർത്താനുമാണ് ഉപയോഗിച്ചത്. ആകെ കിട്ടിയ തുകയുടെ കേവലം 13% മാത്രമാണ് വികസന പദ്ധതികൾക്കായി മാറ്റിവെക്കാൻ സാധിച്ചത്. രാജ്യത്തെ ഉൽപാദന മേഖല തകരുകയും കയറ്റുമതിയിൽ 6% കുറവുണ്ടാവുകയും ചെയ്തത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നുണ്ട്. വിദേശത്തു നിന്നുള്ള വായ്പകൾ ലഭിച്ചില്ല എങ്കിൽ രാജ്യം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂപ്പുകുത്തുമെന്ന അവസ്ഥയിലാണ്. വികസന പദ്ധതികൾക്ക് പണം വിനിയോഗിക്കാൻ സാധിക്കാതെ കേവലം പലിശയും വായ്പയും തിരിച്ചടയ്ക്കാൻ പുതിയ കടങ്ങൾ വാങ്ങുന്നത് പാകിസ്ഥാനെ വലിയൊരു കടക്കെണിയിലേക്കാണ് തള്ളിവിടുന്നത്. കടങ്ങൾ തിരിച്ചടയ്ക്കാൻ വീണ്ടും കടമെടുക്കുന്ന ഈ രീതി പാകിസ്ഥാന് എത്ര നാൾ തുടരാനാകുമെന്ന ചോദ്യമാണ് ഉയരുന്നത്.